പൂരം വിവാദത്തിൽ എഡിജിപി അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മതിയായ തെളിവുകൾ ഇല്ലാത്തതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ. ദേവസ്വങ്ങളുടെ മുകളിൽ പഴിചാരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. റിപ്പോർട്ടിൽ ഉള്ളത് അജിത് കുമാറിന്റെ മാത്രം നിരീക്ഷണങ്ങളാണെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ADGPയുടെ വേർഷനിലുള്ള അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ത്രിതല തലത്തിലുള്ള ഈ അന്വേഷണം നടത്തിയത്. ഇപ്പൊ ത്രിതലത്തില് രണ്ട് വിഭാഗം നമ്മളെ അന്വേഷണം ഹിയറിംഗ് നടത്തി കഴിഞ്ഞു. ഈ മൂന്നാമത് ആരാണെന്ന് അറിയില്ല. അതിന്റെ റിപ്പോർട്ട് വരട്ടെ. ഇത് വെറുതെ എന്താ പറയാ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഒരു രീതിയാണ്. ശരത് ഒങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, എന്തൊക്കെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഗിരീഷ് കുമാർ പറയുന്നത്? ഗിരീഷ് കുമാർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ADGP അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ മതിയായ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ ദേവസ്വങ്ങളുടെ മുകളിൽ പഴി ചാരുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അത് മുഖ്യമന്ത്രി കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിപ്പോർട്ടിലുള്ളത് അജിത് കുമാറിന്റെ മാത്രം നിരീക്ഷണങ്ങളാണെന്ന് ഒരു കാര്യം കൂടി ഗിരീഷ് കുമാർ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൂരം കലക്കൽ വിവാദത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം കൂടി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ആയിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. നിലവിലെ റിപ്പോർട്ടിന്റെ പേരിൽ പുതിയ കേസുകൾ വരുമോ എന്നൊരു ഭയമുണ്ട് ഇപ്പോൾ തങ്ങൾക്ക്. അന്വേഷണം വ്യക്തി കേന്ദ്രീകൃതമായി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രണ്ട് വിഭാഗം മാത്രമാണ് മൊഴിയെടുത്തിട്ടുള്ളത്. ഇനിയും മൊഴിയെടുക്കാനുണ്ട്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും വരണം എന്നൊരു കാര്യം കൂടി ഗിരീഷ് കുമാർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് നിയമ നടപടിക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ് എന്ന് പറയുന്നു. കേസന്വേഷണം CBIക്ക് വിടണം. നേരത്തെ പറഞ്ഞ പോലെ കേസന്വേഷണം CBIക്ക് വിടണം. തെറ്റ് ചെയ്തത് ആരൊക്കെയാണെന്ന് CBI വ്യക്തമായി കണ്ടെത്തട്ടെ എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്, 2023 ഉണ്ടായ പിഴവുകൾ തന്നെ 2024 പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചു എന്നൊരു ആക്ഷേപം ഗിരീഷ് കുമാർ ഉന്നയിക്കുന്നുണ്ട്. അതിനെയാണ് പൂര ദിവസം തിരുവമ്പാടി ദേവസ്വം എതിർത്തത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ADGPയും 3500 പരം പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്തരം ഒരു പ്രശ്നമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് തിരുവമ്പാടി ദേവസ്വം പൂരം നിർത്തിവെക്കുന്ന തരത്തിലുള്ള ആലോചനകളിലേക്ക് കടന്നതും അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയതും എന്നുള്ളതാണ് ഇന്ന് ഗിരീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ശരത്താണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.